നമുക്ക് ഫൈനൽ കൊടുക്കാൻ പറ്റുന്ന റേറ്റ് 1.25 ഫൈൻ കൊടുക്കാം. വണ്ടിയുടെ വില എത്ര രൂപ? ഇത് നമുക്ക് ഇപ്പൊ പുതിയ പേപ്പർ, അതായത് പുതിയ ടാക്സ് അടച്ച് 65 രൂപ കൊടുക്കാം. 65 രൂപ. പിന്നെ ഫൈനൽ പ്രൈസ് നമുക്ക് ഒരു 65 നമ്മൾ ആസ്ക് ചെയ്യുന്നുണ്ട്, 60 രൂപ കൊടുക്കാം ഫൈനൽ. അതായത് ക്വാളിറ്റി വണ്ടി ആസ്ക് ചെയ്യുന്ന പ്രൈസ് എത്ര? ഇത് നമുക്ക് ഫിറ്റിംഗ്സ് ഒക്കെ ഉള്ളവർ 1.25 ആസ്ക് ചെയ്യുന്നുണ്ട്, ഫൈനൽ 1.65 കൊടുക്കാം. 1.60. ഇതിന് നീറ്റായിട്ടിരിക്കാനാണ്, വേറെ സ്റ്റിക്കറോ കാര്യങ്ങളോ ഒന്നും ഇളക്കിയിട്ട് പോലും നമ്മളെ ഷോപ്പിന്റെ ലൊക്കേഷൻ ഇത് പിന്നെ അഞ്ചൽ സെന്റ് ജോൺസ് കോളേജ് ആണ് നേരെ ഉള്ളത്. അതെ, കൊളേഷൻ. അത് കഴിഞ്ഞിട്ട് നേരെ 50 മീറ്റർ മുന്നോട്ട് ഇട സൈഡിൽ എം എസ് മോട്ടോസ്. ഇത് കഴിഞ്ഞ് ആലഞ്ചേരിയാണ്. അടുത്ത ആലഞ്ചേരി. അതുപോലെ ലാൻഡ്മാർക്ക് വേണമെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ്. അതെ, ടാറ്റയുടെ ഷോറൂം ഉണ്ട്, പിന്നെ സർവീസ് ഉണ്ട് മാരുതിയുടെ പോപ്പുലറിന്റെ. അതെ അതെ, അത്യാവശ്യം എൻക്വയറി വരുന്നുണ്ട്. അത് പിന്നെ കുറച്ച് വണ്ടികൾ ജസ്റ്റ് എടുത്ത് മാത്രമേ ഉള്ളൂ. നമ്മളെ സ്കൂട്ടി ഏത് മോഡലാണ്? സ്കൂട്ടി 2020 വണ്ടിയാണ്. ലോൺ കിട്ടുന്ന വണ്ടി കേട്ടോ. നമുക്ക് 20 അതെ 20 എത്ര രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും? നമുക്ക് 5 രൂപ ഇറക്കാം. 5 രൂപ. അടിപൊളി. അത് വണ്ടിയുടെ ആസ്തിന്റെ പ്രൈസ് എത്രയാണ്? അത് 35 രൂപ. 35 രൂപ. 2020. അടിപൊളി. അത് അടുത്ത പ്ലഷറാണ്. പ്ലഷർ 20 രൂപ. 20 രൂപ ഇറക്കാം. ഇതൊക്കെ ആ റേഞ്ച് മാത്രമേ ഉള്ളൂ. കുറച്ച് ലോ ബഡ്ജറ്റ് വണ്ടിയുള്ളൂ, അതും 20 രൂപ റേഞ്ച് വരുന്നത്. പൾസറും 22 രൂപ റേഞ്ച് വരും. 22 രൂപ. ചെറിയ പൈസ. ശരി, അതെ, ലോ ബഡ്ജറ്റ്. ഫിനാൻസ് ഏത് വർഷം തൊട്ടാണ് നമുക്ക്? ഫിനാൻസ് നമുക്ക് 2011 ഓൺവേർഡ്സ് ചെയ്യുന്നുണ്ട്. 11 തൊട്ട് തുടങ്ങാം. നമ്മളെ വീഡിയോ കണ്ട് ഒരു കസ്റ്റമർ വരെയാണെ എന്തെങ്കിലും നമുക്ക് വീഡിയോ കണ്ടു വരുമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും നിങ്ങളുടെ വകയായിട്ട് എന്തെങ്കിലും കൊടുക്കുന്ന രീതിയിൽ നമുക്ക് ഓഫർ കൊടുക്കാം. ഓഫർ കൊടുക്കാം. ഫസ്റ്റ് വണ്ടി ഇത് ഏത് മോഡലാണ്? ഇത് ആൾട്ടോ 2008 LX ആണ് വണ്ടി. LX. ഇത് ഇപ്പം റിന്യൂവൽ കഴിഞ്ഞ 28 വരെ പേപ്പർ ഉണ്ട്. 28 വരെ പേപ്പർ. ഇതിന്റെ ഓണർ എത്രയാകും? ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടി. ട്രിവാൻഡ്രം KL01. അത്യാവശ്യം ഫാമിലി യൂസ് ആയിട്ടുള്ള വണ്ടിയല്ലേ? അതെ. വണ്ടി 2008-ന്റേതായ എന്റെ ഹൈലൈറ്റ് 68,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് മൊത്തം വണ്ടി. 68,000 കിലോമീറ്റർ. പിന്നെ റീപ്ലേസ് ആയിട്ട് ഫ്രണ്ട് ഗ്ലാസ് വിൻഷീൽഡ് റീപ്ലേസ് ഉണ്ട്. റീപ്ലേസ് ആണ്. നമുക്ക് ഫിനാൻസ് എടുത്തിട്ടല്ല? ഫിനാൻസ് അവൈലബിൾ അല്ല. ഫിനാൻസ് അവൈലബിൾ അല്ല. നമുക്ക് ഫൈനൽ 1.15 കൊടുക്കാം. 1.15. 2008 വണ്ടി. 2008 28 റിന്യൂവൽ ഉണ്ട്. അടുത്ത വണ്ടി ഒരു ആൾട്ടോ തന്നെയാണല്ലോ? അടുത്ത ആൾട്ടോ ആണ്. ഇത് 2006 വണ്ടിയാണ്. 6 വണ്ടി. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ 38,000 കിലോമീറ്റർ വണ്ടി ഇത് റൺ ചെയ്തിട്ടുണ്ട് ഇതുവരെ. കമ്പനി സർവീസ് ഉണ്ട്. കമ്പനി സർവീസ്. ഇത് നമ്മള് പിന്നെ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 1.10 ആണ്. പിന്നെ നമ്മള് ഒരു ഫൈനൽ റേറ്റ് ആയിട്ട് 1.5 കൊടുക്കാം. വണ്ടി കമ്പനി ഇറങ്ങിയ ചെറിയ സീറ്റ് കവർ തന്നെയാണ്? അതെ അതെ, സെയിം കമ്പനി സീറ്റ് കവർ തന്നെ. ഫാബ്രിക്കിന് സീറ്റ് കവർ അടക്കുന്നത്. 38,000 കിലോമീറ്റർ വണ്ടി മൊത്തം ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ്. അതെ അതെ, കമ്പനി സർവീസ്. ഫസ്റ്റ് ഓണർ. അതെ, ഫസ്റ്റ് ഓണർ. ട്രിവാൻഡ്രം വണ്ടി KL01 വണ്ടി. പിന്നെ ഇത് ഏതാണ്? LX ആണോ? അത് LX. AC പവർ സ്റ്റിയറിംഗ് മാത്രം. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. നമ്മൾ 1.10 എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു ഓഫർ. അടുത്ത വണ്ടി അടുത്തതാണ് നമ്മുടെ മാരുതി 800. മോഡൽ 2-3 പ്രത്യേകതയുള്ള വണ്ടിയാണ്. ഒന്ന് നമ്മൾ സിംഗിൾ ഓണർ വണ്ടിയാണത്. തിരുവനന്തപുരം വണ്ടി. 98 മോഡല്. ഇപ്പൊ റിന്യൂവൽ കഴിഞ്ഞു. 29 വരെ എല്ലാം പേപ്പറെല്ലാം ക്ലിയർ. പിന്നെ എല്ലാ പാർട്സും പുതിയതാണ്. ഇപ്പം പുതിയതായിട്ട് എല്ലാം രജിസ്റ്റർ ചെയ്ത് ഇറക്കിയ വണ്ടിയാണ്. കമ്പനി തന്നെ കൂടുതലും കമ്പനി തന്നെ എല്ലാ ഡിസ്കും കാര്യങ്ങളെല്ലാം ടയർ ഭാഗം എല്ലാം കമ്പനി MGPയുടെ സാധനം എല്ലാം ആഡ് ചെയ്തേക്കുന്നത്. പിന്നെ അത്രയും ജെന്യൂൻ ആണ്. ഇന്റീരിയർ ആയാലും ശരി, എല്ലാം സീറ്റ് കവറെല്ലാം കോസ്റ്റ്ലി സീറ്റ് കവറാണ് ചെയ്തേക്കുന്നത്. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന വണ്ടിയാണ്. ഫുള്ള് വരുമ്പോ കാര്യങ്ങളൊന്നുമില്ല. വേറെ തുരുമ്പ് ഒന്നുമില്ല. ഇതിപ്പം ബൂത്തിൽ കയറ്റി പെയിന്റ് അടിച്ചിറക്കിയ 40,000 രൂപ കോസ്റ്റ് ആയിട്ടുണ്ട് പെയിന്റിങ്ങിന് മാത്രം. പിന്നെ പുതിയ പേപ്പറാണ്. 29 വരെ പേപ്പറെല്ലാം ക്ലിയർ. 29 വണ്ടി AC ആണ്. കാർബറേറ്റർ ആണ്. എഞ്ചിൻ നമ്മൾ ജസ്റ്റ് കാണിച്ചുതരാം. എന്റെ പൊന്നെ, ഇതാണ് വണ്ടിയുടെ ക്വാളിറ്റി. പുതിയ ബാറ്ററിയാണ്. ഇല്ല, ഫുള്ള് കമ്പനി എങ്ങനെ ഒന്നും അങ്ങനെ ഒന്നുമില്ല. കാർബറേറ്റർ ആണേ ഉള്ളൂ. കാർബറേറ്റർ ആണോ? പോരായ്മ കാർബറേറ്റർ ചെറിയ മിസ്സിംഗ് കാരണം വരുന്നേ ഉള്ളൂ. ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. എഞ്ചിൻ നമുക്ക് പൊക്കെ അന്ന് എങ്ങനെയാണ് ഇറങ്ങിയത്? 38,000 കിലോമീറ്ററിൽ ഓടിയിരുന്നു. കട്ടി വണ്ടി എത്ര ഓടിയിട്ടുണ്ടോ? കിലോമീറ്റർ 75 സംതിങ് ഓടിയിട്ടുണ്ട്. 75 മീറ്റർ കാണി. പിന്നെ ഇപ്പൊ എല്ലാം ഫുള്ളെല്ലാം പണിയില്ല. പെയിന്റിങ്ങിന് തന്നെ 40,000 ആയിട്ടുണ്ട്. കാര്യം ബൂത്ത് കയറ്റി പെയിന്റ് ചെയ്തേക്കും. അപ്പൊ നമ്മള് പിന്നെ ഫൈനൽ പ്രൈസ് നമുക്കൊരു 65 നമ്മൾ ആസ്ക് ചെയ്യുന്നുണ്ട്, 60 രൂപ കൊടുക്കാം ഫൈനൽ. അതായത് ക്വാളിറ്റിക്കാണ് വില. അതെ, ഹൈ ക്വാളിറ്റി. അടുത്ത നെക്സ്റ്റ് മാരേജ് വന്നിട്ടുണ്ടോ? ഒരു 800 അല്ലേ? അതെ അതെ, ഇത് 2005 വണ്ടി. MBF ആണ്. പുതിയ പേപ്പർ, പുതിയ ടാക്സ് അടച്ചിട്ട് നമുക്ക് ഫൈനൽ 65 രൂപ കൊടുക്കാം. 65 രൂപ. ഇത് ഓണർ എത്രയായിട്ടുണ്ടോ? ഇത് സെക്കൻഡ് ഓണർ. ഇത് കമ്പനി വന്ന് നടക്കുന്നെല്ലാം സീറ്റുകളെല്ലാം നടക്കുന്നില്ല.
എല്ലാം നീറ്റായി കിട്ടേക്കണം. അതെ. പിന്നെ AC ഇല്ലല്ലോ? AC ഉണ്ട്. ഉണ്ടോ? AC വർക്കിംഗ്. AC ആണ്. എഞ്ചിൻ നമുക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കാം. വണ്ടിയുടെ വില എത്ര രൂപ? ഇത് നമുക്ക് ഇപ്പൊ പുതിയ പേപ്പർ, അതായത് പുതിയ ടാക്സ് അടച്ച 65 രൂപ കൊടുക്കാം. 65 രൂപ. 2005 പുതിയ പേപ്പർ. സ്വിഫ്റ്റ് അല്ലേ? അതെ, സ്വിഫ്റ്റ്. ഇതിപ്പോ ജസ്റ്റ് ടോക്കണായി കിടക്കുകയാണ്, ഫിനാൻസിൽ ഇട്ടേക്കാണ്. 2018 വണ്ടി നമ്മള് പിന്നെ 5,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കുന്നത്. 5,018 വണ്ടി. അതെ. ഇപ്പൊ നമ്മൾ ഈ സ്വിഫ്റ്റ് ഇറക്കണമെങ്കിൽ എത്ര ഡൗൺമെന്റ് അടയ്ക്കും? 50 രൂപ അടച്ചാൽ 50 രൂപ ഇറക്കണമെങ്കിൽ ഇറക്കാം. ഈ നല്ല മോഡിഫൈ ചെയ്തൊരു വണ്ടി. അതെ. എക്സ്ട്രാ അലോയ്സ് ഒക്കെ ആഡ് ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടി. ഇന്റീരിയർ ഒക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻ ചെയ്തിട്ടുണ്ട്. സീറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. പയ്യന്മാർ കൊണ്ടുവരുന്നത് തോന്നുന്നു. അതെ. മൾട്ടിമീഡിയ സീരിയോ ആഡ് ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ മോഡൽ ഏതാണ്? മോഡല് 2012 വണ്ടി. 12 വണ്ടി, 86,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസാ. കമ്പനി സർവീസ്. ഇത് ഫിനാൻസ് കിട്ടും? ഫിനാൻസ് കിട്ടും. നമുക്കൊരു 1 രൂപ ഒന്നൊക്കെ ഫിനാൻസ് ചെയ്യാം. അതായത് പൈസ അലവാണല്ലോ. അതെ. വണ്ടിയുടെ മാച്ചിങ് ആയിട്ടുള്ള അലവ് വരുന്നത്. അതായത് അകത്ത് ഇന്റീരിയർ ചെയ്തേക്കുന്നത്. അതെ. എല്ലാം അഡീഷണൽ ആയിട്ട് പ്രോഗ്രാം പാട് ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നെ ഒരു ലിപ്പ് കൊടുത്തിട്ടുണ്ട്, ബമ്പർ ലിപ്പ്. വണ്ടി ആസ്ക് ചെയ്യുന്ന പ്രൈസ് എത്ര? ഇത് നമുക്ക് ഫിറ്റിംഗ്സ് ഒക്കെ ഉള്ളവർ 1.25 ആസ്ക് ചെയ്യുന്നുണ്ട്. ഫൈനൽ 1.65 കൊടുക്കാം. 1.60. ഏകദേശം 4 അലവ് തന്നെ ഏകദേശം നല്ലൊരു എമൗണ്ട് ആണ്. അത് 10 രൂപ റേഞ്ച് ഉണ്ട്. 20 ആയിരിക്കും. അല്ല, യോക്കോഹോമയുടെ ടയറും കൂടെ ആഡ് ചെയ്തേക്കുന്നത്. കമ്പനി ടയർ അടിച്ചേക്കുന്നില്ലേ? അതെ, യോക്കോഹോമ മോഡലൊക്കെ വണ്ടി. ഇത് 2013 വണ്ടിയാണ്. 13 വണ്ടി. CR4 എഞ്ചിന് വരുന്ന വണ്ടി. CR4. മൈലേജ് മെയിനൻസ് കുറവുള്ള വണ്ടി. മൈലേജ് എത്ര? മൈലേജ് എങ്ങനെ പോയാലും ഒരു 26 കിലോമീറ്റർ മൈലേജ്. 26. 1 ലിറ്റർ ഡീസലിൽ. അപ്പം ചെറിയ ഡീസൽ വണ്ടി നോക്കുന്ന കസ്റ്റമറിന് ഏറ്റവും ആവശ്യമുള്ള വണ്ടിയാണ് ഇന്ത്യക്ക്. അതൊരു ബൈക്ക് ഓടിക്കുന്ന പൈസ. അതെ. ഇത് നമ്മള് പിന്നെ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് 1.10 ഫൈനൽ നമുക്ക് 1 രൂപ കൊടുക്കാം. 1 രൂപ. 2013 വണ്ടി. സിംഗിൾ ഓണർ വണ്ടി. പാട്ട് ചെയ്തല്ലേ? അത് ഓൾഡ് കളക്ഷൻ കസ്റ്റമറിന്റെ സീതി തന്നെ കിടക്കുന്നത്. കൊള്ളാം. ഏജ് ആയിട്ടുള്ള കസ്റ്റമർ യൂസ് ചെയ്തിട്ട് വണ്ടി. ഇത് എന്താണ് ഞാൻ ചോദിക്കുന്നത്? സർവീസ് എങ്ങനെ? സർവീസ് അല്ല, ഇപ്പോഴും ട്രിവാൻഡ്രം ടാറ്റ തന്നെ. ഇപ്പോഴും സർവീസ് ടാറ്റ തന്നെ. അതെ. ഇത് ഫോട്ടോ പവർ വിൻഡോ ആണല്ലേ ആഡ് ചെയ്തേക്കുന്നത്? രണ്ടാമത് ആഡ് ചെയ്തേക്കാം. പവർ വിൻഡോ ആഡ് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ആഡ് ചെയ്തിട്ടുണ്ട്. സെൻട്രലോ ഫ്രണ്ട് ടയർ 2 പുതിയതാണല്ലേ? ടയർ നോക്കുന്നുണ്ടെങ്കിൽ ഫ്രണ്ട് 2 പുതിയ ടയർ ആഡ് ചെയ്തേക്കുന്നത്. പിന്നെ ലൈറ്റ് കൂളിംഗ് ഒടിച്ചിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് AC എല്ലാം കൂളിംഗിൽ കിട്ടും. AC നല്ല കൂളിംഗ് ആണ്. AC എല്ലാം വർക്കിംഗ് ആണ്. നല്ല രസമുണ്ട് കാണാനാണെങ്കിൽ. സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്തേക്കുന്നുണ്ട്. വണ്ടി ഞണക്കോ തട്ടോ മുട്ടോ ഒന്നും പേടിക്കില്ല. ഫ്രണ്ട് 2 പുതിയ ടയർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എഞ്ചിൻ റൂം കുറവാണ്. ഓക്കെ. എഞ്ചിൻ റൂമൊക്കെ നീറ്റ്. അതെ. സാധാരണ ഇന്ത്യക്ക് വരുന്ന പ്രോബ്ലം കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാം നല്ല കമ്പനി തന്നെ ഇപ്പോൾ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ. അതിന്റേതായ ഒരു ക്വാളിറ്റി ഉണ്ട്. അതെ. ഇത് നമുക്ക് ഫിനാൻസ് കിട്ടത്തില്ല. ഫിനാൻസ് അവൈലബിൾ അല്ല. നമ്മളത് പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്ന 1.10 ഫൈനൽ 1 രൂപ കൊടുക്കാം. 1 രൂപ. അതായത് ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി. അല്ലെങ്കിൽ എനിക്കൊന്ന് ഇന്ത്യക്ക് ഒരുപാട് താഴെ കിട്ടുമല്ലേ? അതെ, കിട്ടും. ഒരുപാട് താഴെ കിട്ടും. ഇത് 2011 രജിസ്ട്രേഷൻ വണ്ടിയാണ്. നല്ല ഹൈ ക്വാളിറ്റി ഓൾട്ടോ. കളർ പെയിന്റിങ് കൊള്ളാം. അതെ. നല്ല വൈൻ റെഡ് ആണ് കളർ. ഇത് ടെസ്റ്റ് കഴിഞ്ഞാണ്? അതാ? അല്ല, 2011 രജിസ്ട്രേഷൻ വണ്ടി. ഇനി 1 വർഷമുണ്ട്. 11 മോഡൽ. ഏത് മോഡൽ? 11 പറഞ്ഞു. 11 രജിസ്ട്രേഷൻ വണ്ടിയാണ്. കിലോമീറ്റർ ഓടിക്കുന്ന 67,000 കിലോമീറ്റർ. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ലല്ലോ. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് 1.40 ഫൈനൽ നമുക്ക് 1.30 കൊടുക്കാം. 1.30. വണ്ടി പഴയ സീറ്റ് പറഞ്ഞ് ഇട്ടേക്കുന്നതാണ്. സീറ്റ് പറഞ്ഞ മാറ്റി പുതിയ അടിച്ചിട്ടുമില്ല. അന്ന് എങ്ങനെയാണോ എനിക്ക് അന്ന് അടിച്ചാൻ തോന്നുന്നത്. അതാണ് അത് കീറിയിരിക്കുന്നത്. അതെ. വണ്ടിയുടെ നീറ്റ്നസ് ഇതുവരെ പോയിട്ടില്ല. എഞ്ചിൻ നോക്കണ്ട പക്ക ക്ലീൻ. ഇതിന് നീറ്റായിട്ടിരിക്കാനാണ്. വേറെ സ്റ്റിക്കറോ കാര്യങ്ങളോ ഒന്നും ഇളക്കിയിട്ട് പോലും അല്ല. ഒന്നുമില്ല. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. കൊള്ളാം. ഹൈ ക്വാളിറ്റി. ഇത് നമുക്ക് പറയാം ഹൈ ക്വാളിറ്റി. ഇത് 2012 D1 മാഗ്ന പ്ലസ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരിയോ എല്ലാം വരുന്നുണ്ട്. അതേ കമ്പനി എല്ലാം. അതെ, എല്ലാം കമ്പനി വരുന്നുണ്ട്. ഇത് വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. പാർക്കാൻ സെയിലാണ് വണ്ടി. ആസ്കിംഗ് പ്രൈസ് 1.65. പിന്നെ നമുക്ക് ചെറിയ എന്തെങ്കിലും നെഗോഷ്യബിൾ ആയി കൊടുക്കാം. കസ്റ്റമർ യൂസ് ചെയ്യാം. അതെ. പാർക്കാൻ സെയിലാണ്. ഇത് എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ ഓടിക്കുന്ന വെറും 55,000 കിലോമീറ്റർ ഓടിക്കും. 55,000 കമ്പനി സർവീസ്. നല്ല മണമുണ്ടോ? നല്ല യൂസ് ചെയ്യാൻ തോന്നുന്നു. അതെ. സീറ്റ് ഓർ എനിക്ക് കമ്പനി ഇറങ്ങി അതേ സീറ്റ് കമ്പനി സീറ്റ്. ഇത് നമുക്ക് ഫിനാൻസ് കിട്ടും? ഫിനാൻസ് 1 രൂപ കിട്ടും.
ഒരു രൂപ 65 രൂപ ഉണ്ടെങ്കിൽ എന്തിറങ്ങാം. പാർക്കാസയിൽ വണ്ടിയാണ്. അതെ, അതിന്റേതായ ഒരു ക്വാളിറ്റി ഉണ്ട് വണ്ടി. ഹുണ്ടയുടെ വണ്ടി ഉണ്ടല്ലേ? അതെ, ഹുണ്ടായി മാരുതിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഫോക്കസ്. പിന്നെ മാരുതിക്ക് വേറെ ഗുണമുണ്ട്. അതെ, എന്തെങ്കിലും സർവീസിൽ എന്തെങ്കിലും വേണമെങ്കിൽ അതെ, ജസ്റ്റ് അങ്ങോട്ട് പോയാൽ മൈലേജ് അപ്പുറം ഇറങ്ങി. അതെ, അതെ, അതെ. കസ്റ്റമേഴ്സിന്റെ അഭ്യർത്ഥന പ്രകാരം എടുത്ത വണ്ടിയാണ്. അതെ, അതെ, ഇത് പാർക്ക് ആൻഡ് സെയിലാണ് വണ്ടി. കസ്റ്റമർ വേറെ ഓട്ടോ കാര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സെയിലിന് വേണ്ടി തന്നെയാണ്. ഇത് ഏത് മോഡലാണ്? ഇത് 2013 വണ്ടി, സെൻസർ ഇല്ലാത്ത ടൈപ്പാണ്. അതെ, അതെ, ഇതങ്ങനെ വലിയ ലോഡ് അടിച്ച വണ്ടിയല്ല. ഇത് മറ്റേ മിൽവാട്ടറിന്റെ ഓട്ടോ. ഇത് വണ്ടി എത്ര ചോദിക്കുന്ന വണ്ടി? ഇത് നമുക്ക് കസ്റ്റമർ എക്സ്പെക്ട് പ്രൈസ് 2.5 അതിനകത്ത് നമുക്ക് നെഗോഷ്യബിൾ ചെയ്യാം. പിന്നെ 2 രൂപ ഫിനാൻസും കിട്ടും. സെൻസർ ഇല്ലാത്ത ടൈപ്പാണ്. 2013. അതെ, അതെ, 13. ഫിറ്റ്നസും കാര്യങ്ങളും എല്ലാം ഒരു വർഷം 26 വരെ. ഇൻഷുറൻസും കിടപ്പുണ്ടാവല്ലോ? ഏതാ? ഇൻഷുറൻസ് എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം കറണ്ട് ആണല്ലോ? എല്ലാം കറണ്ട്. ഫ്രണ്ട് 2 പുത്തണ്ടാണ്. കമ്പനി ടയർ തന്നെ ഇട്ടായിരുന്നു. ബാക്കിൽ അടിച്ചേക്കുന്ന നേരമാണ്. അതെ, ബാക്കിൽ റീസോൾ ചെയ്ത് കൊള്ളാം, നല്ല രസമാണ്. നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ഇപ്പം മെയിൻറ്റെയിൻ ചെയ്യുന്ന കസ്റ്റമർ വണ്ടികളാണല്ലോ? അതെ, നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ വണ്ടി ഇവിടെ എങ്ങനത്തെ ഉള്ള വണ്ടികളാണ്? ഫസ്റ്റ് ഓണറാണോ സെക്കൻഡ് ഓണറാണോ? എങ്ങനത്തെ ഏറ്റവും എങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ നമ്മൾ നോക്കുന്നത്? നമ്മൾ കൂടുതലും സിംഗിൾ ഓൺ വണ്ടിയാണ് ഫോക്കസ് ചെയ്യുന്നത്. സിംഗിൾ ഓണർ. അതായത് നമുക്ക് ട്രിവാൻഡ്രം വണ്ടി നമ്മൾ കൂടുതലും എടുക്കുന്നുണ്ട്. പിന്നെ കൂടുതലും പാർക്ക് ആൻഡ് സെയിലാണ് വണ്ടികൾ. വണ്ടി തന്നെ കൂടുതൽ. ഫ്ലഡ് ആയ വണ്ടി നമ്മൾ എടുക്കാറില്ല. ഇല്ല, ഫ്ലഡ് ഇല്ല, മേജർ ആക്സിഡന്റ് ഇല്ല. മൈനർ ആയിട്ടുള്ള ചെറിയ ചെറിയ ഗ്ലാസ് റീപ്ലേസോ കാര്യങ്ങളൊക്കെ അതൊക്കെ എല്ലാം വണ്ടിക്ക് പോയിട്ട് സംഭവിക്കാം. നമ്മളെ ഫിനാൻസ് ഏത് വർഷം തൊട്ടാണ് നമ്മൾ? ഫിനാൻസ് നമുക്ക് 2011 ഓൺവേർഡ്സ് ചെയ്യുന്നുണ്ട്. 11 തുടങ്ങി 11 അത്യാവശ്യം എല്ലാ വണ്ടിക്കും നമുക്ക് ഫിനാൻസ് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് ഏത് മോഡലാണ്? ഇത് 2015 LX ഓപ്ഷൻ എന്ന് പറഞ്ഞ വേരിയന്റ്. LX ഓപ്ഷൻ സിംഗിൾ ഓൺ വണ്ടി. എത്ര ഓടിയിട്ടുണ്ടോ വണ്ടി? കേട്ടില്ല. എത്ര ഓടിയിട്ടുണ്ടോ? കിലോമീറ്റർ 85,000 കിലോമീറ്റർ. 85,000. കമ്പനി സർവീസ്. ഒരു ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. കസ്റ്റമർ ഇരുന്നുണ്ടാണോ? അതെ, കസ്റ്റമർ പാർക്കാസിലാണ്. പാർക്കാസിലാണ്. ഇത് ഏത് സ്ലൈഡ് ചെയ്യുന്നത്? കൊള്ളാനോ? അത് കാർ പർച്ചേസ്. ഇത് ഫിനാൻസിന് എത്ര രൂപ? ഫിനാൻസ് നമുക്കൊരു 3,000 വരെ ലോൺ കിട്ടും. 3,000 കിട്ടും. വണ്ടി കസ്റ്റമർ ആസ്കിംഗ് പ്രൈസ് 410 നമുക്ക് ഫൈനൽ 4 രൂപ മേടിക്കും. 4 രൂപ. 2015 LX ഓപ്ഷൻ. ഓപ്ഷൻ. വണ്ടി നല്ല നീറ്റായിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. വേറെ തട്ടോ കൊണ്ടുവന്നു ഒരേ പോലും ഇല്ലല്ലോ? സീറോ. അതെ. ഇത് ഏത് മോഡലാണ്? ഇത് 2011 വണ്ടിയാണ്. 11 വണ്ടിയിൽ ഉണ്ടോ? ഇത് 68,000 കിലോമീറ്റർ ഓടിക്കുന്നു. ക്ലീൻ ആ വണ്ടി. വണ്ടി ബാക്കി തട്ടോ ഒന്നുമില്ല. 4 ടയറും പുത്തനാണ്. ഇവിടെ നീറ്റ് ആൻഡ് ക്ലീൻ ആ. സീറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. സിസ്റ്റം കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. വേറെ അല്ലാനുള്ള ഡാമേജ് ഒന്നുമില്ല. ഇല്ല. ഇത് ഫിനാൻസ് അവൈലബിൾ അല്ല. വണ്ടിയുടെ വില എത്ര വയ്ക്കണം? ഇത് വരുമ്പം 1,40 ആസ്കിംഗ് പ്രൈസ്. ഫൈനൽ നമുക്കൊരു 1,30 കൊടുക്കാം. 1,30 GL പ്ലസ് ആണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. അതെ. ഇത് മോഡലാണ്. ഇത് 2007 LX 4 സിലിണ്ടർ. ഇപ്പൊ ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. ഇത് നമുക്ക് ഫൈനൽ കൊടുക്കാൻ പറ്റുന്ന റേറ്റ് 1,4 ഫൈനൽ കൊടുക്കാം. 1,25. അടിപൊളി. 2007 മോഡൽ. അതെ. എടുത്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നുമില്ല. എടുത്താ 4 ടയറും പുത്തനാണ്. വേറെ തട്ടമുട്ട റീപ്ലേസ് ആക്ഷൻ ഒന്നുമില്ല. തട്ടമുട്ടൊന്നുമില്ലല്ലോ? നീറ്റായിട്ടിരിക്കുകയാണ്. പിന്നെ ഒരു 800 അല്ലേ? അതെ. ഇതൊരു ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. കാര്യം 47 കിലോമീറ്റർ വണ്ടി മൊത്തം റൺ ചെയ്തിരുന്നു. ഇത് MBF വണ്ടിയാണ്. റിന്യൂവൽ ഇപ്പൊ കഴിഞ്ഞുള്ളൂ. 29 വരെ പേപ്പർ. 2009 വണ്ടി. 29 പേപ്പർ. 01 വണ്ടി കൊള്ളാല്ലേ? 2009 ആ ഒരു ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അതെ. വെറും 45,000 കിലോമീറ്റർ ഓടിച്ചു. സീറ്റ് അന്നത്തെ സീറ്റാണോ? കമ്പനി സീറ്റ്. വർക്കിംഗ് ആണ്. വേറെ ഓരോ അതോ ഒന്നുമില്ല. എഞ്ചിൻ റൂം കൂടെ കാണിക്കാം. അടിപൊളി. എഞ്ചിൻ റൂമൊക്കെ അടിപൊളിയായിട്ട് പക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നുണ്ട്. ബാറ്ററി പുതിയതുണ്ടോ? അതെ, 2023 ബാറ്ററി. എത്ര കഴിയും? ഇത് നമുക്ക് 1 രൂപയാണ്. 1 രൂപ. പിന്നെ ചെറിയ എന്തെങ്കിലും ചേച്ചി കൊടുക്കാം. വണ്ടി ഹൈ ക്വാളിറ്റി. കസ്റ്റമർ നേരിട്ട് വരാണെങ്കിൽ അതെ
ടയറും കാര്യങ്ങളെല്ലാം എല്ലാം നമ്മളെ വീഡിയോ കണ്ട് ഒരു കസ്റ്റമർ വരാനായി എന്തെങ്കിലും നമുക്ക് വീഡിയോ കണ്ടു വരുമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും നിങ്ങളുടെ വകയായിട്ട് എന്തെങ്കിലും കൊടുക്കുന്ന രീതിയിൽ നമുക്ക് ഓഫർ കൊടുക്കാം. ഓഫർ കൊടുക്കാം. അതായത് വേറെ ചെറിയ ഓഫർ കൊടുക്കാം. എന്തെങ്കിലും കൊടുക്കാം.